ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരെയും വേഗവരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കർത്താവേ, അവിടുന്ന് ജനത്തോട് സംസാരിക്കണം. അനേക നിരാശയിലും ഭാരത്തോടും അവിശ്വാസത്തിലിരിക്കുന്ന ജനമുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുവാനിട വരുത്തണം. കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ, കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ രോഗശക്തികൾ, എല്ലാ അവിശ്വാസത്തിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ അത് തകരട്ടെ. അന്ധകാര ശക്തികൾ മാറട്ടെ. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. നിരാശകളും പ്രയാസങ്ങളും ഭാരങ്ങളും കൊണ്ടുവന്ന് അലട്ടുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. കഷ്ടതയിലും പ്രയാസത്തിലും ഇരിക്കുന്ന ജനത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, അടിയന് വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം, ഇടപെടണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുവാൻ ലോകം തൻ്റെ വചനത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, എന്നാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാട് സാക്ഷ്യം ലഭിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കത്തുള്ളൂ. പ്രയാസത്തിൻ്റെ മധ്യയിൽ, കഷ്ടതയുടെ മധ്യയിൽ എൻ്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടായിരിക്കണം. എൻ്റെ ദൈവത്താൽ ഈ പ്രതിസന്ധി ഞാൻ നേരിടും. എൻ്റെ കർത്താവിനാൽ ഈ പ്രതിസന്ധി ഞാൻ ജയിക്കും. എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ ഈ കഷ്ടതയിൽ, എൻ്റെ ഈ മകൻ്റെ വിഷയത്തിൻ്റെ മേൽ, എൻ്റെ മകളുടെ വിഷയത്തിന്മേൽ എനിക്ക് ജയം നേടും. ഈ പ്രശ്നത്തിന് മേൽ എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരിമാരെ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിക്കുവാൻ സാധ്യമല്ല. വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കുന്നുവല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതെക്കുറിച്ച് അൽപ്പാടുണ്ടായി ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തെയും രക്ഷയ്ക്കായി പേടകം തീർത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. ഒന്ന്, നമ്മൾ വിശ്വസിക്കുന്ന കാര്യം നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ദൈവത്താൽ, എൻ്റെ കഴിവിനോ എൻ്റെ ഇതിനോ അല്ല, എൻ്റെ കഴിവിനോ ഒന്നുമല്ല, ദൈവത്താൽ ഇത് സാധിക്കുമെന്ന് നമ്മൾ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ അതൊന്ന് വിശ്വസിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതം തന്നെ നോക്കിയാൽ കാണുവാൻ സാധിക്കും നമുക്ക്. അബ്രഹാമിനെ തൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം തന്നെ ഒരു കുഞ്ഞിനെ കൊടുത്ത അബ്രഹാമിൻ്റെ ജീവിതം
എല്ലാം അബ്രഹാം വിശ്വാസത്താലാണ് നേടിയത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമില്ലെങ്കിൽ നമുക്കൊന്നും നേടുവാൻ സാധിക്കത്തില്ല. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഒന്ന്, നീ വിശ്വാസം എങ്ങനെ നിനക്ക് വിശ്വാസം വർദ്ധിക്കുവാൻ സാധിക്കും? ഒന്ന്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരിമാരെ, നമ്മൾ എങ്ങനെ വിശ്വാസത്തിൽ വർദ്ധിക്കുവാൻ സാധിക്കും? ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവന് പ്രതിഫലം തരുമെന്നും ലഭിക്കുമെന്നും നീ വിശ്വസിക്കുന്നുവോ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസത്തെ കടന്നു വരും. എന്നാൽ ആ സമയങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവരായി മാറുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസമൊന്നും നോക്കുക. തൻ്റെ 75-ാം വയസ്സിൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം അബ്രഹാം ദർശനത്തിൽ യഹോവയുടെ അരുൾപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയവും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമഷ്കാരനായ ഈ എലിയാസറത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുമെന്ന് അബ്രാം പറഞ്ഞു. അവൻ അവൻ്റെ അവകാശിയാകില്ല. നിൻ്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശി ആകുമെന്നും അവന് യഹോവയുടെ അരുൾപ്പാടുണ്ടായി. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുന്നുവെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിൻ്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. അത് അവന് നീതിക്കായി കണക്കിട്ടു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അബ്രഹാമിൻ്റെ ജീവിതം നോക്കിയാൽ അറിയുവാൻ സാധിക്കും. താൻ വാർദ്ധക്യത്തിൽ വളരെ പ്രയാസമാണ്. വാർദ്ധക്യത്തിൽ ഒരു മക്കൾ ജനിക്കുമോ എന്ന് തന്നെ അബ്രഹാമിന് വിശ്വാസമില്ലായിരുന്നു. എന്നാൽ അബ്രഹാം അതേ ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ചു. അബ്രഹാമേ, ഞാൻ നിനക്കൊരു മകനെ തരുമെന്ന് പറഞ്ഞപ്പോൾ അത് അബ്രഹാം വിശ്വസിക്കുവാനിട വന്നു. അതേ വാർദ്ധക്യത്തിൽ അബ്രഹാമിൻ്റെ തൻ്റെ 75-ാം വയസ്സിൽ തനിക്ക് വാഗ്ദത്തം, അതേ ദൈവത്തിൻ്റെ അരുൾപ്പാടുണ്ടായി. അബ്രഹാമേ, ഞാൻ നിനക്കൊരു സന്തതിയെ തരുമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മക്കളില്ലാതെ വലയുന്ന അനേക കുടുംബങ്ങളുണ്ട്, അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. ഈ അബ്രഹാമിനെ പോലെ നീ ഒന്ന് വിശ്വസിക്കുവാൻ ഇന്ന് തയ്യാറെടുക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ആ അബ്രഹാമിന് മക്കളെ കൊടുത്ത അതേ കർത്താവ് നിനക്കും സന്തതിയെ തരും. നീ വിശ്വസിക്കുക. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. അബ്രഹാമിനെ പോലെ ഇന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നോട് പറയുന്നത്, അതേ നീ
നീ വിശ്വസിക്കുക, നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, പ്രിയ മാതാവേ, നീ ഭാരപ്പെടുന്നുവോ? അതിൻ്റെ വിഭാഗം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി എനിക്കൊരു സന്തതിയില്ലെന്ന് ഭാരപ്പെടുന്ന പ്രിയ സഹോദരന്മാരെ, ഈ അബ്രഹാമിനെ പോലെ ഒന്ന് വിശ്വസിച്ചാൽ അതെ, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. അബ്രഹാമിന് 75-ാം വയസ്സിൽ ദൈവത്തിൻ്റെ അരുൾപ്പാടുണ്ടെങ്കിലും അതേ അബ്രഹാമിൻ്റെ 100-ാം വയസ്സിൽ ഒരു കുഞ്ഞിനെ നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും നിന്ദനകളും വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറയാതെ വിശ്വാസത്തോടെ എൻ്റെ കർത്താവിനാൽ ഇത് സാധിക്കും, എൻ്റെ ദൈവത്താൽ എനിക്കൊരു കുഞ്ഞ് ഉണ്ടാകും, എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്ന് വിശ്വസിക്കുവാൻ സാധിക്കണം. ദൈവത്തിന് അസാധ്യമായൊന്നുമില്ല. അവൻ്റെ മുന്നിൽ ചെല്ലുന്നവർക്ക് അതേ പ്രതിഫലം തരുമെന്ന് നീ വിശ്വസിക്കണം. നിൻ്റെ വിശ്വാസം എത്രമാത്രം ആഴത്തിൽ ഇറങ്ങുന്നുവോ അവിടെ ദൈവപ്രവൃത്തിയെ, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അബ്രഹാമിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസവർദ്ധനവുണ്ടാകട്ടെ. വിശ്വാസത്താൽ അത് അവന് നീതിക്കായി കണക്കിട്ടു. കണ്ടോ, വിശ്വാസം കൂടാതെ ദൈവത്തെ വിശ്വാസം കൂടാതെ ദൈവത്തെ നമുക്ക് പ്രസാദിക്കുവാൻ സാധിക്കത്തില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 75-ാം വയസ്സിൽ തനിക്ക് വാഗ്ദത്തം കിട്ടിയെങ്കിലും അബ്രഹാമിന് ലോകപരമായി നോക്കിയാൽ അബ്രഹാമിന് വളരെ പ്രയാസമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് അബ്രഹാം കേട്ടത്. അബ്രഹാമിന് അറിയാമായിരുന്നു തൻ്റെ ദൈവത്തെ വിശ്വസിച്ചാൽ, തൻ്റെ ദൈവത്തെ ആശ്രയിച്ചാൽ അത് എന്തെല്ലാം നേടാൻ പറ്റുമെന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അബ്രഹാമിനും ദൈവം ഒരു സ്നേഹിതനെ പോലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കത്തിൻ്റെ, കഷ്ടതയുടെ, പ്രയാസത്തിൻ്റെ മധ്യയിൽ സന്താനമില്ലാതെ വലയുന്ന പ്രിയ കുടുംബമേ, നീ അബ്രഹാമിനെ പോലെ ഒന്ന് വിശ്വസിക്കുവാൻ. അതേ, അബ്രഹാമിന് വാർദ്ധക്യത്തിൽ മനുഷ്യൻ സാധിക്കാത്തത്, ആധുനിക ടെക്നോളജിക്ക് സാധിക്കാത്തത്, അതേ അബ്രഹാമിന് 100-ാം വയസ്സിൽ ഒരു കുഞ്ഞിനെ നൽകിയെങ്കിൽ നിൻ്റെ ഈ വാർദ്ധക്യത്തിൽ, നിൻ്റെ ഈ യൗവനകാലത്ത് മക്കളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, കർത്താവ് നിനക്കും മക്കളെ നൽകുവാൻ അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ അതേ അബ്രഹാം അത് വിശ്വസിച്ചു, അത് നീതിക്കായി കണക്കിട്ടു. ദൈവത്തിൻ്റെ അരുൾപ്പാട് പൂർണ്ണമായി അബ്രഹാം വിശ്വസിച്ചു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അനന്തരം യഹോവ താൻ അരുൾ ചെയ്തതിന് പോലെ തന്നെ സാറ ദർശിച്ചു. തൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുൾ ചെയ്തിരുന്നത് അവധിക്ക് സാറ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. സാറ അബ്രഹാമിന് പ്രസവിച്ച മകൻ അവന് ഇസാക്ക് എന്നു പേരിട്ടു. ദൈവം അബ്രഹാമിന് കൽപ്പിച്ചിരുന്നത് പോലെ തൻ്റെ മകനായ ഇസാക്കിന് 8-ാം ദിവസം പരീക്ഷ കഴിച്ചു. തൻ്റെ മകനായ ഇസാക്കിനെ ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അബ്രഹാമിൻ്റെ 75-ാം വയസ്സിലാണ് ദൈവം അരുൾപ്പാടുണ്ടായത്. അബ്രഹാമേ, നീ ഭാരപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട. അതേ, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, ഞാൻ നിനക്കൊരു മകനെ തരുമെന്ന് അബ്രഹാമിന് 75-ാം വയസ്സിൽ വാഗ്ദത്തം കൊടുത്തുവെങ്കിൽ, ദൈവത്തിൻ്റെ അരുൾപ്പാട് ലഭിച്ചുവെങ്കിൽ 25 വർഷത്തോളം അതേ കാത്തിരിക്കേണ്ടത് വന്ന് തൻ്റെ വാഗ്ദത്തം നിറവേറ്റുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിന്നിലുള്ള വാഗ്ദത്തം അല്പം ലേറ്റായാലും അത് നിശ്ചയമായി നിറവേറ്റും. അവിടുത്തെ വാക്ക്
ഉവ്വ എന്ന് മാത്രമേ ഉള്ളൂ. തൻ്റെ 100-ാം വയസ്സിൽ തൻ്റെ വാർദ്ധക്യത്തിൽ അതേ അബ്രഹാമിന് ഒരു കുഞ്ഞിനെ നൽകിയ അതേ ദൈവം നീ ഏത് വിഷയത്തിന് മേൽ ഭാരപ്പെടുന്നുവോ അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.